സിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീട്രൂട്ട് അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ ചട്ടി തീമ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. 200 ഗ്രാം വെളിച്ചെണ്ണയാണിത്. അപ്പോൾ ഏകദേശം പകുതി വരെ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിക്കണം. 100-150 വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് ശരിക്കും ഇളക്കിയെടുക്കണം. ഒരു 10-15 മിനിറ്റ് അതിൽ വെക്കണം. എന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, ഏകദേശം ഒരു വേവ് വരുന്നവരെ. അപ്പം അത് കഴിഞ്ഞിട്ടൊരു പാത്രം തീ നോക്കണം. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം. എള്ളെണ്ണ ഒഴിച്ചു കൊടുത്ത് 200 ഗ്രാം എള്ളെണ്ണ ഒഴിച്ചു കൊടുത്ത് 1 ടീസ്പൂൺ ഉലുവ, എണ്ണ ചൂടാകുന്നതിന് മുമ്പിൽ ഒഴിച്ചു കൊടുത്തു പോയത് ഇട്ട് കൊടുത്തത്. കുറച്ച് കടുക്, കുറച്ചധികം ഉണ്ട്, അതുകൊണ്ട് കുറച്ചധികം കടുക് വേണം. കടുക് പൊട്ടുമ്പോൾ കറിവേപ്പില ഇടണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കണം. ഈ അച്ചാറിൽ ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കൽ. അപ്പോൾ ശരിക്കൊന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുക. നന്നായിട്ട് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുക. വഴന്നെല്ലാം കഴിയുന്ന സമയത്ത് തീ ഓഫാക്കിയിട്ട് പൊടികൾ ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ട് കൊടുത്ത്, വലിയൊരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തത്. ഇത് അച്ചാർ പൊടിയാണ്. പിന്നെ കായപ്പൊടി ചെറുങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ ഗ്യാസ് ഓണാക്കിയിട്ട് വേണം വിനാഗിരി ഒഴിച്ച് കൊടുക്കാൻ. ഉപ്പ് ഇട്ട് കൊടുക്കണം. വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. വിനാഗിരി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട്, നല്ലോണം ഉപ്പ് വേണ്ട, ബീട്രൂട്ട് ആകുമ്പം ഒരു ആവശ്യത്തിന് ഏകദേശം മതി ഉപ്പ്. ശരിക്കും നൽകി വിനാഗിരി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ബീട്രൂട്ട് ഇടാൻ പറ്റാത്തതുകൊണ്ട് ബീട്രൂട്ട് വേവിച്ച് വെച്ച പാത്രത്തിലേക്ക് ഈ സംഭവം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇനി ഇതാക്കുക, ബീട്രൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ശരിക്കൊന്ന് ഇളക്കിയിട്ട് അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പറയുമ്പോൾ ഒരുപാട് പണിയില്ല, ഉണ്ടാക്കുമ്പോൾ അത്രയൊന്നും വലിയ പണിയൊന്നുമില്ല. നല്ല ടേസ്റ്റിൽ അടിപൊളി അച്ചാർ.